നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സൂപ്രണ്ട് ഇല്ലാതായിട്ട് 3.25 വർഷം പിന്നിടുന്നു. ജില്ലയിൽ ആദിവാസികൾ ഉൾപ്പെടെ കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നിലമ്പൂർ. OPയിൽ ദിവസേന ശരാശരി 2000 പേർ ചികിത്സ തേടുന്നു. കിടത്തി ചികിത്സയിൽ 300-ഉം. വർഷങ്ങളായി ഇൻചാർജ് ഭരണമായതിനാൽ നിരവധി പ്രശ്നങ്ങളാണ് ആശുപത്രി അഭിമുഖീകരിക്കുന്നത്. സൂപ്രണ്ട് ഡോക്ടർ N അബൂബക്കറിനെ 2015 ഏപ്രിൽ 5-ന് സ്ഥലം മാറ്റിയതു മുതലാണ് ആശുപത്രിക്ക് നാഥനില്ലാതായത്. തുടർന്ന് 2 ആഴ്ച മെഡിസിൻ വിഭാഗത്തിലെ ഫിസിഷ്യൻ ഡോക്ടർ ഖാജ ഹുസൈൻ, തുടർന്ന് 2026 ഫെബ്രുവരി 24 വരെ ഡോക്ടർ P ഷിനാസ് ബാബു എന്നിവർ ചാർജ് വഹിച്ചു. വനിതാ ഡോക്ടറുടെ പരാതിയിൽ ഡോക്ടർ ഷിനാസിനെ ചുമതലയിൽ നിന്ന് മാറ്റി. ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷിബുലാലിന് അധിക ചുമതല നൽകി. ഡോക്ടർ ഷിബുലാലിനെ മാർച്ച് 10-ന് കോഴിക്കോട്ടേക്ക് മാറ്റി. ഡെപ്യൂട്ടി DMO ഡോക്ടർ NN പമീലിയെ ഇൻചാർജാക്കി. ജില്ലയിൽ ഗർഭിണികൾ, കുട്ടികൾ എന്നിവരുടെ ആരോഗ്യ പരിപാലനം ചുമതലയുള്ള ഡോക്ടർ പമീലി ആഴ്ചയിൽ 1 ദിവസമാണ് വരുന്നത്. ബാക്കി ദിവസങ്ങളിൽ ഫോൺ വഴി ഭരണം നടത്തുന്നു. ഇൻചാർജ് ഭരണം മൂലം രോഗികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വികസനം, വിവാദ വിഷയങ്ങൾ എന്നിവ പരിഹരിക്കാതെ കിടക്കുന്നു. ഡോക്ടർമാരുടെ ക്ഷാമം. മെഡിസിൻ OPയിൽ 3 ഫിസിഷ്യന്മാരാണ്. കൺസൾട്ടന്റ് ഡോക്ടർ ഷിനാസിനെ ജൂൺ 24-ന് മഞ്ചേരിക്ക് മാറ്റി. പകരം നിയമനം നടത്തിയിട്ടില്ല. ശേഷിച്ച 2 പേരാണ് OP, വാർഡ് എന്നിവിടങ്ങളിൽ രോഗികളെ പരിശോധിക്കുന്നത്. മെഡിസിൻ OPയിൽ ദിവസം ശരാശരി 320 രോഗികൾ എത്തുന്നു. വാർഡിൽ കൂടി കണക്കാക്കുമ്പോൾ ഡോക്ടർക്ക് ഒരു രോഗിയെ പരിശോധിക്കാൻ കിട്ടുന്നത് 1 മിനിറ്റാണ്. അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടറുടെ ഒഴിവുണ്ട്. 2014-ൽ അനുവദിച്ച തസ്തികകളാണ് ആശുപത്രിയിൽ നിലവിലുള്ളത്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.